ഈ സ്കാനിൽ അപാകത സംഭവിക്കുമ്പോഴാണ് കുഞ്ഞ് വൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. നിർഭാഗ്യവശാൽ ആലപ്പുഴയിലെ കുഞ്ഞ് അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. എവിടെയാണ് അപാകത പറ്റിയത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ സംവിധാനം ഒരുക്കിയാൽ ഇതിനെ നമുക്ക് മറികടക്കാനും കഴിയും. അതാണ് നമ്മൾ ഇന്ന് ലൈവത്തോണിൽ പരിശോധിച്ചത്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നതുകൂടി നമുക്ക് നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. പിന്നെ പല പ്രാവശ്യം കംപ്ലൈന്റ് ഉണ്ടായിട്ടുള്ളതാണ് ഈ ഹോസ്പിറ്റലിൽ. ഇതൊക്കെ തന്നെ ചികിത്സാ പിഴവ് തന്നെയാണ്, വേറെ കാര്യം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു കുട്ടിയുടെ ഒരു മരണത്തെ സംബന്ധിച്ച് പ്രശ്നം നടന്നത്. പേഷ്യൻസ് ഇവിടെ ആരും വരുന്നില്ല. വരാത്തതിന്റെ കാര്യം തന്നെ ഇങ്ങനെയല്ലേ മറ്റുള്ള ജനങ്ങൾ കേൾക്കണത്. ആരും വരാനില്ല. അപ്പൊ സംഭവം ഇതറിഞ്ഞപ്പോ തന്നെ നമുക്ക് വല്ലാത്ത വിഷമമായി പോയി. പക്ഷെ എന്തായാലും ഇത് ഡോക്ടർമാര് എന്തായാലും സ്കാൻ ചെയ്യുമ്പോൾ റിപ്പോർട്ട് അറിയുമ്പോൾ എന്തായാലും പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും കംപ്ലൈന്റ് തന്നെ. ഇപ്പൊ ഇവിടെ എത്ര നാളായിട്ട് കംപ്ലൈന്റ് തന്നെ, ഭയങ്കര കംപ്ലൈന്റ് എപ്പോഴും. കേസ് കേട്ട് ഇവിടെ സ്ഥിരമുള്ളതാ, ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഉള്ളതായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരുപാട് കംപ്ലൈന്റ് ഉള്ളതാണ്. ഒരു പെങ്കൊച്ച മരിച്ച ഡയറിയ ഉള്ളത് പ്രസവം നിർത്താൻ വന്ന് അത് ഇഞ്ചക്ഷൻ എങ്ങാണ്ടെടുത്ത് മയക്ക് മരിച്ചു. ഗർഭിണികളെ നോക്കും, സ്കാൻ ചെയ്യിപ്പിച്ചുള്ള കാശെല്ലാം മേടിച്ചിട്ട് 10ാം മാസം തികയുമ്പം പോയിക്കോ ഭണ്ഡാരത്തിൽ. അപ്പൊ നമ്മള് വെട്ടില് വീണില്ലേ? ഇവരുടെ സ്ഥിരം പരിപാടിയായത്. പ്രേക്ഷകർക്ക് കൂടി പ്രതികരിക്കാൻ കൂടുതൽ അവസരം വേണമെന്ന് നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റ് ബോക്സിലൂടെ. നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുന്നു, പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഇടവേള എടുക്കില്ല. ഇതിൽ സർക്കാർ ആശുപത്രികളിലടക്കമുള്ള പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട് എന്നാണ് ഓരോ ഇടത്തെയും പരിശോധനയിൽ നമുക്ക് ബോധ്യമായത്.